KSUവും ABVPയും നാളെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൊല്ലം ജില്ലയിൽ. അതടക്കം വലിയ പ്രതിഷേധത്തിലും ഒപ്പം നാളെ ഈ സ്കൂളിലേക്ക് KSUവും ABVPയും വലിയ പ്രതിഷേധ മാർച്ചാണ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. നാളെ എന്തായാലും പ്രതിഷേധങ്ങളുടെ വലിയ നിര ഈ സംഭവത്തിന് പിന്നാലെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിൽ ഒരേ സമയം ഒരേ രീതിയിൽ KSEBയെയും ഒപ്പം ഈ സ്കൂൾ അധികൃതരെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പ്രതിഷേധം ഇപ്പോഴും തുടരുന്നു. നിലവിൽ ഈ വലിയ രീതിയിലേക്ക് പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. നിലവിൽ വലിയ പോലീസ് സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്നതിന്റെ 2 ഇരട്ടി പോലീസാണ് ഇപ്പോൾ നിലവിൽ ഇവിടേക്കുള്ളത്. കൂടുതൽ ബസ്സുകളും ഈ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. പ്രതിഷേധം അതിര് കടന്നാൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും സ്കൂളിന് മുന്നിൽ ഇപ്പോൾ ഈ പ്രധാന റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. വാഹനങ്ങൾ മറ്റൊരു വഴി തിരിച്ചുവിടുകയാണ്. അത്രത്തോളം വലിയ ആളുകളുടെ സംഘം ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഇതിനോടകം തന്നെ തടിച്ചു കൂടിയിരിക്കുന്നു. അത് എല്ലാം തന്നെ പ്രതിഷേധത്തിന്റെ വലിയ അലയൊലികൾ തീർക്കുന്നുണ്ട് ഈ സ്കൂളിന് മുന്നിൽ. എന്തായാലും അതിനിയും കൂടുകയുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം. കൂടുതൽ രാഷ്ട്രീയ സംഘടനകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പ്രവർത്തകർ അവരുടെ എല്ലാ ഭാഗത്തുനിന്ന് എത്തുന്നുമുണ്ട്. എന്തായാലും അകത്ത് നിന്ന് രാഷ്ട്രീയ സംഘടനകളെല്ലാം തന്നെ ഇതിനോടകം സ്കൂളിൽ പുറത്തേക്ക് പ്രതിഷേധവുമായി കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള പ്രതിഷേധ രംഗം അത് സ്കൂളിന് മുന്നിലായിരിക്കും. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മന്ത്രി ഏതെങ്കിലും തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയോ മറ്റേതെങ്കിലും മന്ത്രി സ്കൂളിലേക്ക് സന്ദർശനത്തിനായി എത്തുന്നുണ്ടെങ്കിൽ അത് വലിയ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ ചെറുക്കാനായാണ് നിലവിൽ പോലീസിന്റെ എല്ലാ സജ്ജീകരണങ്ങളും ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. നിലവിൽ ഈ പ്രതിഷേധിക്കുന്ന പ്രവർത്തകർക്കരികിലേക്ക് പോലീസിന്റെ ഒരു വാൻ എത്തിച്ചിട്ടുണ്ട്. ആ വാൻ എത്തിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇവരെ ഏതെങ്കിലും തരത്തിൽ ഇവിടെ നിന്ന് നീക്കാനുള്ള ശ്രമമാണോ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളതിൽ സംശയമുണ്ട്. കാരണം ഏറെ മണിക്കൂറുകളായി പ്രതിഷേധവുമായി പ്രവർത്തകർ ഇവിടെ തുടരാൻ തുടങ്ങിയിട്ട് സ്വാഭാവികമായും പോലീസിന് അവരെ നീക്കേണ്ടി വരും. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ പോലീസ് ഈ വാഹനം ഇവിടേക്ക് എടുത്ത് ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് നീക്കങ്ങൾ ഉണ്ടായാൽ അത് വീണ്ടും പ്രകോപനം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് എന്താണ് പോലീസിന്റെ ശ്രമം എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. നിലവിൽ പ്രതിഷേധങ്ങൾ അതേപടി തുടരുകയാണ്. വലിയ തോതിൽ ആ പ്രതിഷേധങ്ങൾ വളരുന്നുണ്ട്. കൂടുതൽ സംഘടനകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇതിനോടകം തന്നെ ഈ അപകടവുമായി പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ, അതിന്റെ CCTV ദൃശ്യങ്ങൾ, അതെല്ലാം ഈ ഇരുഭാഗത്തെയും KSEBയും ഒപ്പം സ്കൂൾ അധികൃതരെയും എല്ലാം പ്രതിക്കൂട്ടിൽ നിർത്തുന്ന കാര്യങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് പ്രതിഷേധങ്ങളുടെ തോത് വർദ്ധിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. നിലവിലിപ്പോൾ അകത്ത് നടക്കുന്ന പരിശോധനകൾ ഒരു പരിധിവരെ പൂർത്തിയായിട്ടുണ്ട്. മറ്റ് കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നു. KSEB അടക്കമുള്ള വിഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ ഉദ്യോഗസ്ഥർ സ്കൂളിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. അത് ഈ പരിശോധന പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ്. നിലവിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള കൊല്ലം ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ആളുകൾ സ്കൂളിനകത്ത് തുടരുകയും ചെയ്യുന്നു. അതിനിടെ പ്രതിഷേധങ്ങൾ പുറത്ത് മറ്റൊരു വഴി നടക്കുകയും ചെയ്യുന്നു. സുഹൈൽ, എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് അവിടെ ഈ പറഞ്ഞ KSU, MSF, BJP പ്രവർത്തകരെല്ലാം ഉള്ളത്. നേരത്തെ സ്കൂളിനകത്ത് നിന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരടക്കം സ്കൂളിന് പുറത്തേക്ക് എത്തിയ ശേഷം ഒരു കേന്ദ്രീകൃത പ്രതിഷേധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് അവിടെ ഉള്ളത്. പക്ഷേ ഇത് പോലീസ് മുന്നിൽ കാണുന്നു. വലിയ വിന്യാസം അവിടെ ഉണ്ട്. ഈ പറഞ്ഞതുപോലെ ഒരു വാഹനം ഈ പറയുന്ന പ്രതിഷേധക്കാർക്ക് നടുവിലായിട്ടുണ്ട്. ഏത് സമയം വേണമെങ്കിലും അവരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ളൊരു സാധ്യത കൂടി അവിടെയുണ്ട്. സ്വാഭാവികമായി പ്രതിഷേധങ്ങൾ ഉണ്ടാകും. ആ പ്രതിഷേധങ്ങളെ പ്രതിരോധിക്കേണ്ടത് പോലീസിന്റെ ഒരുക്കമാണ്. അതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള പരിശോധനകൾ സ്കൂളിനകത്ത് നിന്ന് നടക്കുന്നുണ്ട്. വീഴ്ച ആരുടേത്, എന്ത് സംഭവിച്ചു എന്നതിന്റെ പരിശോധന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റുമായി ബന്ധപ്പെട്ട് വൈദ്യുതി ബന്ധപ്പെട്ട ഒരു പരിശോധന അവിടെ തുടരുന്നു. അതിനപ്പുറത്തേക്ക് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട്. പോലീസ് ഒരു ക്രിമിനൽ ഒഫൻസ് എന്ന രീതിയിലുള്ള അന്വേഷണം, അസ്വാഭാവിക മരണമടക്കത്തിനായിരിക്കും ഇത്തരത്തിലൊരു കേസെടുത്തതിന് ശേഷം ഒരു ക്രിമിനൽ ഒഫൻസിന്റെ രീതിയിലൊരു അന്വേഷണം നടക്കും. അതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണം, ബാലാവകാശ കമ്മീഷന്റെ അന്വേഷണം, അങ്ങനെ അന്വേഷണങ്ങൾ ഒരു സീരിയൽ പോലെ ഒരു സീരിയസ് ആയ ഒരുപാട് അന്വേഷണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. കൃത്യമായ ഉത്തരം അത് പൊതുസമൂഹത്തിന് വേണം. മിഥുൻ, എന്ത് സംഭവിച്ചു, ആ അനാസ്ഥയ്ക്ക് വഴിയൊരുക്കിയത് ആര്, എങ്ങനെ, ഇത്തരത്തിലുള്ള കൃത്യമായ അനാസ്ഥയ്ക്കുള്ള മറുപടി, എന്തുകൊണ്ട് അനാസ്ഥ സംഭവിച്ചു എന്ന മറുപടി കൂടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ വാർത്തയിലേക്ക് അടക്കം തിരികെ വരാം. നമുക്ക് ആദ്യം ഇപ്പോൾ